20 വർഷത്തിന് മുന്നേ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ എൻ്റെ ഭരതനാട്യം അരങ്ങേറ്റം. അതിനുശേഷം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് വീണ്ടും ഒന്ന് ചലങ്ക് കെട്ടണം, ഒന്ന് ഭരതനാട്യം അവതരിപ്പിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കലാമണ്ഡലം പ്രസന്ന ടീച്ചറിനെ പരിചയപ്പെടാൻ ഇടയായതും ടീച്ചർക്ക് വിളിച്ചിട്ട് ടീച്ചറെ എനിക്കിങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അതിനെന്താ നമുക്ക് ചെയ്യാമല്ലോ, ഞാൻ ഇത്രയും ദൂരത്താണ് ഇരിക്കുന്നത്, പോയി പഠിക്കാൻ പറ്റില്ല, ഒരു സാഹചര്യമില്ല, നമുക്ക് ഓൺലൈനിൽ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അത്രയും ഒരു പോസിറ്റീവ് വൈബിലൂടെയായിരുന്നു ടീച്ചർ സംസാരിച്ചത്. എൻ്റെ ഹസ്ബൻഡും മക്കളും കട്ടയ്ക്ക് സപ്പോർട്ടായിരുന്നു കേട്ടോ. മക്കളെ എന്നെ നന്നായിട്ട് എൻകറേജ് ചെയ്തു. അമ്മേനെ കൊണ്ട് പറ്റുമോ അമ്മ ചെയ്യമ്മ, ഞാൻ 2-3 ദിവസം മാറി നിന്നിട്ട് അതുകൂടി എനിക്ക് വേണ്ടിയിട്ട് മക്കൾ സാക്രിഫൈസ് ചെയ്തു. ഹസ്ബൻഡും ഭയങ്കര എന്നെ സപ്പോർട്ട് ചെയ്തു, എനിക്ക് പക്ക ബലമായിട്ട് എൻ്റെ കൂടെ തന്നെ നിന്നു. അതുകൊണ്ട് മാത്രമേ എനിക്കിത് ചെയ്യാനും പറ്റിയത്. ഞാൻ അരങ്ങേറ്റം കുറിച്ച അതേ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ 20 വർഷങ്ങൾക്ക് ഇപ്പുറം എൻ്റെ ഏട്ടൻ്റെ മോളായ ദക്ഷ അരങ്ങേറ്റം കുറിച്ചത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ളൊരു ദിവസമായിരുന്നു അത്. ഞാൻ എന്നെ തന്നെ, അതായത് പഴയ എന്നെ തന്നെ അവളിലൂടെ കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം.